5 സുന്ദരികൾ എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. രഘുവേട്ടൻ വന്നിട്ടില്ലേ മാഡം? വന്നിട്ടുണ്ട്. ഇവിടെ താമസിക്കുന്നവർക്കല്ലാതെ മുറിയിൽ മറ്റാർക്കും പ്രവേശനമില്ല. രഘു ഹാളിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെന്നുപോയി കണ്ടോ? ശരി മാഡം. റൂമിലേക്ക് രഘുവേട്ടൻ വരില്ലേന്നാ ഞാനും ആഗ്രഹിച്ചത്. അതെന്താ, ഈ റൂം അത്രയ്ക്ക് മോശമാണോ? അതല്ല മാഡം, റൂമൊക്കെ വളരെ നല്ലതാ. എന്നാലും ഞാനും മോളും മാത്രം കഴിയുന്ന റൂമല്ലേ. രഘു ആമിയും മകളെയും സഹായിക്കാൻ വേണ്ടി മാത്രം വന്നൊരാളാണെന്നുള്ള ചിന്ത എപ്പോഴും നല്ലതാ. കണ്ടോ? താങ്ക്സ് മാഡം. മോളെ, രഘുങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കങ്ങോട്ട് പോവാം. രഘുവേട്ടാ. ആമി, നീ മോളെ ഹാപ്പി അല്ലേ? ഞാൻ അധികമൊന്നും കൊണ്ടുവന്നില്ല. വാ, ഇത് മിയമോൾക്ക് വേണ്ടി അങ്കിള് കൊണ്ടുവന്നതാ. ആദ്യം എവിടെങ്കിലും പോയി വരുമ്പോൾ ഇങ്ങനെയാ. എനിക്കും മൂക്കും എന്തെങ്കിലും കൊണ്ടുവരും. ഞങ്ങളത് കാത്തിരിക്കുകയും ചെയ്യും. മോൾക്ക് വലിയ സന്തോഷായി. ഇനി അവൾ അങ്കിള് വരുമ്പോ ഇതൊക്കെ പ്രതീക്ഷിക്കൂട്ടോ. അതുകൊണ്ടൊരു ശീലാക്കണ്ട. അത് കുഴപ്പമില്ല ആമി, മിയമോളുടെ സന്തോഷമല്ലേ വലുത്. പിന്നെ ആമിക്ക് ഞാനൊന്നും വാങ്ങിയില്ല. എന്താ വേണ്ടെന്ന് അറിയില്ലല്ലോ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വരുന്ന സമയത്ത് പറഞ്ഞാൽ വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നും വേണ്ട രഘുവേട്ടാ. ഞങ്ങൾക്ക് അത്യാവശ്യം വേണ്ടതൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അതിനുള്ള പണം രഘുവേട്ടൻ കൊടുക്കുന്നുണ്ടല്ലോ, അത് തന്നെ വലിയ കാര്യം. രഘുവേട്ടന്റെ തിരക്കുകളൊക്കെ കഴിഞ്ഞോ? പുതിയ ബിസിനസ് സൈൻ ചെയ്തോ? സൈൻ ചെയ്തു. അതൊരു വലിയ പ്രോജക്റ്റാ. അതും 1 വർഷത്തേക്കുള്ള കോൺട്രാക്ട്. അത് നന്നായി ചെയ്തു കൊടുത്താ വീണ്ടും കോൺട്രാക്ട് പുതുക്കാം. നല്ല മാർജിനും ഉണ്ട്. നന്നായി വരട്ടെ രഘുവേട്ടാ. ഞങ്ങൾ കാലൂത്തിയിട്ട് രഘുവേട്ടന് നഷ്ടം ഉണ്ടാവരുത്. നേട്ടം മാത്രമേ ഉണ്ടാവൂ. അല്ലെങ്കിൽ ഞങ്ങൾക്കത് സമാധാനക്കേടാ. നിങ്ങൾ അനുഭവിക്കേണ്ടത് ആമി ഞാൻ സ്വന്തമാക്കിയത്. അതിലൊരു പങ്ക് രഘു എന്ന് നിങ്ങൾക്ക് നൽകിയിരിക്കും. രഘുവേട്ടൻ എന്താ ആലോചിക്കുന്നേ? വീട്ടിലെ കാര്യങ്ങളാണോ? അമ്പിളിക്ക് എന്റെ യാത്രകളും രീതികളും ഒന്നും ഇഷ്ടപ്പെടുന്നില്ല. ഞാനെപ്പോഴും അവൾക്ക് ചുറ്റും ഉണ്ടാവണം. പണ്ടേ അങ്ങനെയാ. മിക്ക ഭാര്യമാരും ഹസ്ബൻഡ്സ് അടുത്തുണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നവരായിരിക്കും രഘുവേട്ടാ. എനിക്കും അതാ ഇഷ്ടം. പക്ഷേ ആദ്യം എപ്പോഴും ജോലിയായിട്ട് യാത്രയിലായിരിക്കും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. പക്ഷെ അതൊന്നും അമ്പിളിക്ക് മനസ്സിലാവില്ല ആമി. അതാ അവളുടെ പ്രശ്നം. എന്തും സംശയത്തിന്റെ കണ്ണോടെ കാണും. അത് രഘുവേട്ടനോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ടായിരിക്കും. അതിനെ അങ്ങനെ കണ്ടാ മതി. അത് മാത്രമല്ല ആമി, അതിന്റെ കൂടെ വേറൊരു തലവേദന കൂടിയുണ്ട്. അഭിനയൻ. അവനാണെ നമ്മുടെ പുറകെ തന്നെ ഉണ്ട്. അവനെ എങ്ങനെയെങ്കിലും എന്തെങ്കിലും ചോർത്തിയെടുത്ത് അമ്പിളി അറിയിക്കുമെന്നാ ഇപ്പൊ എന്റെ ടെൻഷൻ. വിനയനോ? എന്താ വിനയ, മാഷ് ഇവിടെ ഇല്ലല്ലോ? ഞാൻ അച്ഛനെ കാണാൻ വേണ്ടി വന്നതല്ല ഭാനുമ്മ. ചീരുവിനെ മക്കളെയും കാണാനാണെങ്കിൽ എന്തായാലും ഇപ്പൊ പറ്റില്ല. ഒന്നാമത് മക്കൾ നല്ല ഉറക്കത്തില. പിന്നെ ചീരുവിന്റെ കാര്യമാണെങ്കിൽ അവൾക്ക് മനസ്സിന് വിഷമം തട്ടുന്ന ഒരു കാര്യം ഇനി ഉണ്ടാവരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് വിനയം പോവും. ചീരുവിന് പ്രയാസം വരുന്ന ഒരു കാര്യവും ഇനി എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല ഭാനുമ്മ. എനിക്ക് അമ്പിളി ചേച്ചിയെ കണ്ടൊരു കാര്യം പറയാനാ. എന്ത് കാര്യം? ഇനി അമ്പിളിയെ കൂടി നിനക്ക് പ്രശ്നത്തിലാക്കണോ വിനയ?
അല്ലെങ്കിൽ തന്നെ അവള് രഘുവായിട്ട് എപ്പോഴും വഴക്കാ. അവരുടെ വഴക്കിന് ഞാനൊന്നും അല്ലല്ലോ ഭാനുമേ കാരണം. അതവരുടെ കുടുംബ പ്രശ്നമല്ലേ. ഞാൻ അതിലൊന്നും ഇടപെടാൻ വേണ്ടിയല്ല അമ്പിളി ചേച്ചിയെ കാണാൻ വന്നത്. നീ എന്തായാലും അമ്പിളിക്ക് സാരോപദേശം ചൊല്ലിക്കൊടുക്കില്ലെന്ന് എനിക്കറിയാം. അമ്പിളിയെ കരുവാക്കി രഘുവിനോടുള്ള ദേഷ്യം നീ തീർക്കും. അതിനല്ലേ നീ വന്നത്? ഭാനുമേ, ആ അമ്പിളി ചേച്ചി, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. സീരിയസാ. ആർക്ക്? ആരാ വിനയ സീരിയസ് ആയിട്ട് കിടക്കുന്നേ? ഞാൻ പറയാൻ വന്ന കാര്യം കുറച്ച് സീരിയസ് മാറ്റർ ആണെന്നാ ഉദ്ദേശിച്ചത്. ആണോ? ഞാൻ വിചാരിച്ചേ നിന്റെ ആരോ സീരിയസ് ആയിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന കാര്യം പറയാൻ വന്നതായിരിക്കും. പരിഹസിക്കേണ്ട ചേച്ചി. എനിക്കൊരു പ്രശ്നം വന്നാ ആരും സഹായിക്കാനില്ലെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അപകടം വന്നു കണ്ടാ ഞാനത് തടയാൻ ശ്രമിക്കും. ഓ അമ്പിളി, നീ ഇവൻ പറയുന്നതിനൊന്നും കാതു കൊടുക്കണ്ട. ഇവനെ ഇല്ലാത്ത അപകടം ഉണ്ടാക്കും. എന്റെ ഭാനുമ്മ, നിങ്ങൾ പറയുന്നത് കേട്ടാ അമ്പിളി ചേച്ചി ആരെന്ത് പറഞ്ഞാലും അത് കണ്ണടച്ച് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുമല്ലോ. ഞാൻ അമ്പിളി ചേച്ചിയുടെ നല്ലതിന് വേണ്ടി ഒരു വിവരം അറിയിക്കാനാ വന്നത്. അത് ചേച്ചിക്ക് വിശ്വാസയോഗ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇനിയിപ്പോ എന്റെ വാക്ക് വിശ്വസിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒരു സൂചന കിട്ടിയാ അതിന്റെ സത്യാവസ്ഥ അന്വേഷിക്കുകയും ചെയ്യാലോ. അതുകൊണ്ടൊരു കുടുംബം തകരാതിരിക്കുമെങ്കിൽ അത് നല്ലല്ലേ ഭാനുമ്മേ? നീ പറ വിനയ, എന്നെ രക്ഷിക്കാൻ വേണ്ടി എന്ത് സൂചന നിനക്ക് തരാനുള്ളത്? അല്ല, ആരെക്കുറിച്ചാ നിനക്ക് പറയാനുള്ളത്? പറയാനുള്ളത് ചേച്ചിക്ക് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ചാ. ആ ആളെ ഇപ്പൊ സംരക്ഷിക്കുന്നത് രഘുവേട്ടനാ. രഘുവേട്ടനോ? ആ മാഷ് വരുന്നുണ്ട്. നിനക്ക് പറയാനുള്ളതേ മാഷും കൂടി കേക്കട്ടെ. ഞാൻ ആരുടെ മുമ്പിലും പറയാൻ തയ്യാറാ. അത് അച്ഛനും കൂടി കേട്ടാ അത്രയും നല്ലത്. എന്താ ഭാനുമേ, എന്താ ഇവിടെ ഒരു സംസാരം? അച്ഛാ, വിനയൻ എന്നോട് എന്തോ പറയാനുണ്ടച്ചാ. രഘുവേട്ടൻ ആരെയോ സംരക്ഷിക്കുന്നുണ്ടത്രേ. അത് ആരാണെന്ന് അച്ഛനും കൂടെ ഒന്ന് കേൾക്കണം. എന്റെ മാഷേ, ഈ വിനയൻ അവിടെ ഇവിടെ കണ്ടതൊക്കെ കോർത്ത് കെട്ടി കഥയുണ്ടാക്കി പറയുന്നവനാ. ചോ, അതൊന്നും വിശ്വസിക്കല്ലേ മാഷേ. അയ്യോ, നിങ്ങൾ കുറെ നേരമായി എന്നെ ഒരുമാതിരി ഉണ്ടാക്കാനാക്കാൻ നോക്കുന്നു. നിങ്ങളൊന്ന് പോയേ. ഞാൻ സംസാരിക്കുന്നത് എന്റെ ഭാര്യയുടെ ചേച്ചിയോടും അവളുടെ